സംസ്ഥാനത്ത് വീണ്ടും ഒരു ഷോക്കേറ്റ് മരണം കൂടി സംഭവിച്ചൊരു ദിവസമാണ് ഇന്ന്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പനയമുട്ടൻ സ്വദേശിയായ അക്ഷയാണ് മരിച്ചത്. കേറ്ററിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. കൂടെയുണ്ടായിരുന്ന 2 പേർ ഓടി മാറി രക്ഷപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന പോസ്റ്റ് തകർന്നാണ് ഈ അപകടമുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലവട്ടം KSEBയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. വണ്ടി കയറ്റി പനൂര് ചെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് നെടുമങ്ങാട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ ഇവിടുന്ന് പോയപ്പോഴേ മരിച്ചുപോയി. ആള് മരിച്ചുപോയി. ചെറിയ കാറ്റ് മഴ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ മഴയൊന്നുമില്ല. പോസ്റ്റ് പഴക്കമുള്ള പോസ്റ്റാണ്. മരംവെട്ടിന്റെ കാര്യം നേരത്തെ വിട്ടുവരുന്നു, ഇലക്ട്രിസിറ്റിക്കാർ വിട്ടുവരുന്നു. അപ്പൊ അവരിൽ നിന്നുള്ള പറഞ്ഞപ്പോൾ അവർക്കൊരു പരിധി ഉണ്ടായാലും കൂടുതൽ അവർ വിട്ടൂലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓണറെ പറഞ്ഞപ്പോൾ ഓണർ പറഞ്ഞ് അത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഇതിൽ കറണ്ടുണ്ട്, ലൈറ്റ് കത്തി കിടപ്പുണ്ട്. സത്യത്തിൽ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. 5 മൂട് റബ്ബർ ഞാൻ ക്യാബിലൈന് വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും, നമ്മൾ നാട്ടിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ അപ്പുറത്ത് അടുത്തൊരു വീടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് എന്നും കോതണമെന്ന് പറഞ്ഞ് ഞാൻ കോതനില്ല, ഞാൻ എന്നെ മുറിച്ച് മാറ്റിത്തരാം. രാവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ പറഞ്ഞത് താങ്കൾക്ക് 4 മാസം മുമ്പ് കത്ത് നൽകിയതാണ്. സുനിലോട് ഞാൻ ഇപ്പം ചോദിക്കാം സാറേ, പറഞ്ഞില്ല സാറേ ഈ പള്ളി സത്യത്തിൽ വേണേ പള്ളി ഞങ്ങൾ വിശ്വസിക്കും. ഈ പള്ളി സത്യത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റും പറഞ്ഞിട്ടില്ല, സുനിയും പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു കൊടുക്കും. ഇല്ല സാറേ, പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ട് ചെയ്യയില്ല. ഞാൻ ഇവര് പറയാതെ ഇത് കണ്ട സാറേ, ഇത് കണ്ട ഞങ്ങള് 5 മൂട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ആ വസ്തു ഉടമയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഇപ്പൊ ആ സ്ഥലത്തേക്കെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഈ നേരത്തെ വന്ന ഒരു പ്രതികരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ വസ്തു ഉടമ ഈ മരം മുറിച്ചു നൽകിയില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പോൾ അതിലാണിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്നോട് ആരും ഇക്കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. കാരണം സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ സമ്മതിക്കാത്തതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നായിരുന്നു വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത്. MLA വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിന് മുമ്പ് അത് കൊടുത്തിട്ട് മുറിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ നിയമപരമായ നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. പോസ്റ്റിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്നാണ് MLA DK മുരളി പ്രതികരിച്ചത്. KSEBക്ക് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും MLA പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നലെ അർദ്ധരാത്രി അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അവർ കാറ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് ആ കുടുംബത്തിന് തന്നെ കരകയറാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവരുടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇലക്ട്രിസിറ്റി മന്ത്രിയെ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അർജുനുണ്ട് സംഭവ സ്ഥലത്ത് നമുക്കൊപ്പം തത്സമയം. അർജുൻ, ഇപ്പോൾ ഈ മന്ത്രിയുടെ പ്രതികരണം വലുതായിട്ട് നമ്മൾ എടുക്കണ്ട. കാരണം ഇപ്പം അദ്ദേഹം ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാകും അദ്ദേഹത്തിന് അറിയാവുന്നത്. ഇപ്പോൾ നമ്മളോട് തന്നെ രാവിലെ മുതൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, സ്വകാര്യ വ്യക്തിയോട് ഈ മരം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു, എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ സ്ഥലമുടമയുടെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം പോലെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് നിലവിലൊരു സാഹചര്യം അവിടെ? സേതു, അത് സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോൾ ഉണ്ട്. കാരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ സ്ഥലമുടമയ്ക്ക് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ സ്ഥലത്തിന്റെ ഉടമ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇത് സംബന്ധിച്ച് പഞ്ചായത്തിന്റെയോ KSEBയുടെയോ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ആ സ്ഥലം ഉടമ എന്തായാലും പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കാണുന്ന കൊമ്പാണ് ഒടിഞ്ഞ് ഈ ലൈൻ കമ്പിക്ക് മുകളിലേക്ക് വീണത്. ലൈൻ കമ്പിക്ക് മുകളിലേക്ക് വീണു എന്ന് മാത്രമല്ല, അത്ര കനമുള്ള ഒരു മരമായിട്ട് പോലും കാണാൻ കഴിയില്ല. അത്ര വലിയൊരു കൊമ്പ് പോലുമല്ല അത്. താരതമ്യേന ഒരു അത്ര കനമില്ലാത്ത ഒരു മരക്കൊമ്പാണ്. പക്ഷേ ആ മരക്കൊമ്പ് വീണ അതിൻ്റെ പിന്നാലെ ആ ഇലക്ട്രിക് പോസ്റ്റ് കൂടി
പൊട്ടി വീണു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. കാരണം അത്ര വലിയ എന്താ പറയുക ഒരു നല്ല ഒരു വലിയ പഴക്കം ചെന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് അത് എന്ന് ഇതിൽ നിന്ന് തന്നെ കാണാം. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നമ്മൾ സ്റ്റേ കമ്പിയൊക്കെ കാണാറുണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ കൂടെ അതിനൊന്ന് ബലപ്പെടുത്താൻ, അത് കുറച്ചുകൂടി അടിയുറച്ച് നിൽക്കാൻ ഒരു സ്റ്റേ കമ്പി ഉണ്ട്. പക്ഷേ ഇവിടെ സ്റ്റേ കമ്പി പോലും ഇല്ല. ഒരു മരക്കൊമ്പ് വീണപ്പോൾ അതിന് പിന്നാലെ ഒടിഞ്ഞു വീണിരിക്കുകയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ്. അത്ര മാത്രം ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഈ അക്ഷയുടെ സുഹൃത്ത് പറഞ്ഞത്, അക്ഷയുടെ സുഹൃത്തും മറ്റൊരു സുഹൃത്തും 3 പേർ ചേർന്നാണ് 3 പേർ ബൈക്കിലായി ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഇലക്ട്രിക് പോസ്റ്റും ഈ മരവും ഇവിടെ വീണ് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ അക്ഷയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ട. അക്ഷയാണ് വാഹനം ഓടിച്ചിരുന്നത്. പെട്ടെന്ന് വണ്ടി ഇതിൽ തട്ടി മറ്റു 2 പേരും പുറത്തേക്ക് തെറിച്ചു. പക്ഷേ അക്ഷയ്ക്ക് ഈ അപകടത്തിൽ ഷോക്കേൽക്കുകയാണ് ഉണ്ടായത്. മറ്റു 2 പേർ തെറിച്ച് പുറത്തേക്ക് വീണ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയും പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി. അക്ഷയ്ക്ക് അപ്പോഴേക്കും ഗുരുതരമായിട്ടുള്ള അവസ്ഥ അക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ മറ്റ് കുറച്ച് ആളുകളും ചേർന്ന് ഇങ്ങനെ തുണി വലിച്ച് കെട്ടിയാണ് അക്ഷയനെ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ മരക്കൊമ്പാണ്. ഈ മരക്കൊമ്പ് വീണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം അല്ലെങ്കിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണെന്ന് കാണാൻ കഴിയും. ഇലക്ട്രിക് പോസ്റ്റ് കാണാം, വലിയ പഴക്കമുള്ള പോസ്റ്റാണ് എന്ന് മാത്രമല്ല ഈ ഒരു ചെറിയ മരക്കൊമ്പ് ഉടനെ പൊട്ടി വീഴുകയാണ്. അപ്പോൾ അത്രമാത്രം ബലമില്ലാത്ത ഇലക്ട്രിക് പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേ കമ്പിയൊക്കെ നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് പോസ്റ്റിനൊപ്പം കാണാറുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. അത് തുരുമ്പ് പിടിച്ച രീതിയിലാണ് ഇതിൻ്റെ കമ്പികളൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ബലവുമില്ലാത്ത ഒരു പോസ്റ്റ് വെച്ച് വൈദ്യുതി ലൈൻ വലിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് പറയേണ്ടി വരും. ഇന്നലെയാണ് കെ കൃഷ്ണൻകുട്ടി എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും അർജുൻ, നേരത്തെ നമ്മൾ DK മുരളിയുടെ ഒക്കെ പ്രതികരണം കേട്ടു. അവിടേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഈ KSEBയുടെ ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടോ? സംഭവ സ്ഥലത്തേക്ക് ആരെങ്കിലും, മന്ത്രി അടക്കം മറ്റാരെങ്കിലും ഒക്കെ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ DK മുരളി MLA, സ്ഥലം MLA ആയിട്ടുള്ള DK മുരളി മാത്രമാണ് സ്ഥലത്തെത്തിയത്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ ഇലക്ട്രിക് പോസ്റ്റ് പഴക്കം ചെന്നതാണ്, അത് അദ്ദേഹവും അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ KSEBക്ക് അനാസ്ഥയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് സ്ഥലം MLA ആയിട്ടുള്ള DK മുരളി പറഞ്ഞിട്ടുള്ളത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാരൊന്നും നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്ത് ആ ബൈക്ക്, ആ അപകടത്തിനിടയാക്കിയ വൈദ്യുതി കമ്പി, ആ പൊട്ടി വീണ മരം, ഇലക്ട്രിക് പോസ്റ്റൊക്കെ നിലവിൽ അങ്ങനെ തന്നെ കിടക്കുന്ന സാഹചര്യമാണ്. ഇവിടെ നിന്ന് മാറ്റിയിട്ടും ഇല്ല. ഇന്നലെ 12 കൂടിയിട്ടാണ് അപകടം ഉണ്ടായത്. ഉടൻ തന്നെ KSEBയെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വിവരം അറിയിച്ചിരുന്നു. പിന്നാലെ തന്നെ KSEB ഉദ്യോഗസ്ഥരെത്തി ഇവിടത്തേക്കുള്ള ഈ കരണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ പിന്നീട് നടത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ തൊട്ട് ഈ ഉദ്യോഗസ്ഥർ, KSEB ഉദ്യോഗസ്ഥരൊന്നും വന്നിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KSEBയുടെ ഭാഗത്തൊക്കെയുള്ള ഒരു ന്യായം ഇത് സംബന്ധിച്ച് ഈ മരം മുറിച്ചു മാറ്റാൻ, അതായത് ഇങ്ങനെ റോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഈ സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ സാധാരണ KSEBയുടെ നടപടിക്രമമുണ്ട്. അതായത് ഇത് ഈ ഭൂ ഉടമ അല്ലെങ്കിൽ ഈ സ്ഥലമുടമ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ KSEB തന്നെ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കലാപരിപാടി തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക, ഒന്നും എത്താതെ പോയി. ഇപ്പൊ KSEB പറയുന്നത് സ്ഥലമുടമ സമ്മതിക്കാത്തത് കൊണ്ട് അവർ ചെയ്തില്ല. നമ്മൾ കണ്ടതല്ലേ അർജുൻ, ഇപ്പൊ ഇതിനു മുൻപ് തന്നെ ഒരു വാഴയുടെ കൈ ഈ ലൈനിലേക്ക് തട്ടുന്നു എന്ന് പറഞ്ഞ ഒരു വാഴത്തോട്ടം അപ്പാടെ ഈ മുറിച്ച് ഇല്ലായ്മ ചെയ്ത ടീംസാണ് ഇമാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സേതു, അത് തന്നെയാണ്. ഇതിനൊന്നും ഒരു ന്യായവും ഇല്ല. കാരണം അങ്ങേയറ്റത്തെ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പോസ്റ്റിൻ്റെയൊക്കെ ബലം എത്രയാണെന്നൊക്കെ ഈ KSEB ഉദ്യോഗസ്ഥരെ കൊണ്ട് വന്നൊക്കെ ഒന്ന് കാണിക്കണം. കാരണം നേരത്തെ പറഞ്ഞതാണ്, ഒരു ചെറിയ മരക്കൊമ്പ് വീണ് ആ പോസ്റ്റിന് താഴേക്ക് പൊട്ടി വീഴാൻ പറ്റുന്ന തരത്തിലാണ് ഇതിനൊക്കെ ഉറപ്പുള്ളതെങ്കിൽ എന്ത് സുരക്ഷാ പരിശോധനയാണ് KSEB ഉദ്യോഗസ്ഥരൊക്കെ നടത്തുന്നതെന്ന് സ്വാഭാവികമായി നമ്മൾക്ക് ആലോചിക്കേണ്ടി വരും. അങ്ങനെ എന്നിട്ടൊരു അപകടം വന്നിട്ട് നേരെ ആ സ്ഥലമുടമ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അത് വെട്ടിമാറ്റാത്തതിനെ കുറ്റം പറയുന്നത് ഏത് തരത്തിലുള്ള വിശദീകരണമാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് അടിസ്ഥാനപരമായി KCBയുടെ ഉത്തരവാദിത്തമാണ്. മഴക്കാലത്തിന് പ്രത്യേകിച്ച് മഴക്കാലത്തിന് തൊട്ട് മുൻപൊക്കെയായി മരങ്ങളൊക്കെ വെട്ടിമാറ്റുക എന്നുള്ളതൊക്കെ അവർ നേരത്തെ നിശ്ചയിക്കുന്നതാണ്. അതിനുശേഷം ഈ പറയുന്ന ആളുകൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതും KCB ആണ് ഏറ്റെടുത്ത് നടത്താറ്. അതൊന്നും ചെയ്യാതെ പിന്നീട് ആ ഉടമസ്ഥരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് എന്തായാലും നിൽക്കാൻ കഴിയില്ല. ഇതുകൊണ്ടൊക്കെ ബലിയാടാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരന്തത്തിനിരയാകുന്നത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും ഇങ്ങനെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന 19 വയസ്സുള്ള യുവാക്കളൊക്കെ ഇങ്ങനെ ഇരയാകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം നിന്ന് KCBക്കോ അല്ലെങ്കിൽ വൈദ്യുത വകുപ്പിനൊന്നും പിന്മാറാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് എന്തായാലും പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും. വലിയ ഒരു ദുഃഖത്തിലാണ് അക്ഷയുടെ കുടുംബമൊക്കെ ഉള്ളത്. അക്ഷയ്ക്ക് ഒരു സഹോദരനും അച്ഛനും അമ്മയും ചേർന്ന 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അക്ഷയുടെ. 19 വയസ്സാണ് അക്ഷയുടെ പ്രായം. ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഇടനേരങ്ങളിൽ ജോലിക്ക് പോയി ഒക്കെ കുടുംബം പോറ്റുന്ന അല്ലെങ്കിൽ ചെറിയ വരുമാനം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് കളിച്ച് നല്ലൊരു ഫുട്ബോൾ പ്ലെയറോ ഒരു കായിക താരം കൂടിയാണ് അക്ഷയ്. ആ ഫോട്ടോകളിലൊക്കെ അക്ഷയ് കുറെ ട്രോഫികളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ സങ്കടകരമായിട്ടുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അനാസ്ഥ കൊണ്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും അർജുന, അവരുടെ വീട്ടുകാരുടെ ഒക്കെ അവസ്ഥ അതിപ്പോ നമ്മൾ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട്? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 19 വയസ്സായ ഒരു ചെറിയ കുട്ടിയാണ്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കുട്ടി. കുടുംബത്തെയും കൂടിയൊക്കെ സഹായിച്ച് സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ജോലിക്കൊക്കെ പോകുന്ന കുട്ടികളാണ്.